ഡെപ്യൂട്ടി മോഡറേറ്റർ എന്നുള്ള ആ നിലയിലും നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ സ്നേഹത്തിനും ആദരങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കട്ടെ. അതുകൊണ്ട് തന്നെ CSI സഭയുടെ ആകമാനമായുള്ള എല്ലാവിധമായ മംഗളങ്ങളും മംഗളാശംസകളും ഈ ക്രിസ്മസ് സീസണിൽ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നമ്മുടെ മകളെ സംബന്ധിച്ച് ഇത് അച്ഛൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ആഴ്ചയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേയാണ്. ഇതിനോടകം പല ഗാന ശുശ്രൂഷകളും ക്രിസ്മസ് ഗാന ശുശ്രൂഷകളും കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇത് മറ്റെല്ലാ പ്രോഗ്രാമിന് കൂടുതലൊരു പ്രോഗ്രാമാണ് ഇതിൽ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാവരും ചേർന്ന് യേശുവിൻ്റെ ജന്മമകൾ ഉദ്ഘോഷിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനം. പാടാൻ അറിയാമെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. അഭിപ്രായം പറയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് കേൾക്കുന്ന എൻ്റെ നോക്കുന്നവർക്ക് അറിയത്തില്ല. നല്ല പാട്ടാന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ലതാണ്, നല്ലതെന്ന് പറയത്തില്ല. അല്ലാതെ അതിനപ്പുറമായിട്ട് ഒന്നുപേർക്ക് അറിയത്തില്ല. തിരുമേനി അവിടെ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ തിരുമേനിയാണ് ഇവരെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഓർത്തുമ്പോൾ അത്രയും ആ രീതിയിലുള്ള രീതിയിൽ. ഇന്നലെ എന്നോട് പറഞ്ഞു ഗാനോത്സവമാണല്ലേ. ഞാൻ പറഞ്ഞു അതേ തിരുമേനി എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വരും കേട്ടോ, പാട്ട് കേൾക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുമേനി വന്നില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ എന്ന്. കാരണം തിരുമേനിക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. വേറൊരു പ്രോഗ്രാം പോയി അവിടെ ഇരിക്കാനും പറ്റത്തില്ല. കാരണം അത്രയും ഗാനങ്ങളുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് തിരുമേനിക്കുള്ളത്. സമയം മോശം ഒരു പാട്ട് എഴുതി പഠിപ്പിച്ചു. എന്നാൽ മോശയുടെ പാട്ടൊന്ന് വായിച്ചേക്കാമെന്ന് വിചാരിച്ചു. പാട്ടിങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ചൊരു എന്തിനു വേണ്ടിയാണ് ഇത് എഴുതുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോൾ കാണാനായിട്ട് സാധിച്ചു. അത് അന്നേരമുള്ള ആൾക്കാർക്ക് വേണ്ടി അല്ല അത് എഴുതപ്പെട്ടിരിക്കുന്നത്, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കി പോകേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പാട്ട് പാടുന്ന സമയത്ത് ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാടുന്ന കുട്ടികൾക്കോ പാട്ട് കേൾക്കുന്നവർക്കോ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പാടേണ്ട പാട്ട് എന്ന് പറഞ്ഞാണ് അത് എഴുതി പഠിപ്പിച്ചത്. അതൊരു ചരിത്രമാണ്. ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തിയ ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം പോയി കൊടുത്ത് അവരെ നടത്തിയ വിധങ്ങൾ, ജനങ്ങൾ പിന്മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ആ പാട്ടിൽ ഉണ്ട്. അത് അങ്ങനെ എഴുതി അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. മോശം എന്ന് പറയുമ്പോൾ അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് പാട്ടൊരു സാക്ഷ്യം എന്നാണ് പറയുന്നത്. പാട്ടൊരു സാക്ഷ്യമാണ്. പന്നക്കള്ളാസിലൊക്കെ ഇങ്ങനെ പറയാൻ പറയുക ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് അത് എങ്ങനെ അത് ക്രിസ്മസ് അവരെങ്ങനെ ആഘോഷിക്കുന്നു എന്ന്, അല്ലെങ്കിൽ എങ്ങനെ അവർ ഫീൽ ചെയ്യുന്നു അറിയാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള മാർഗമേലുണ്ടോ എന്നൊന്നും പിടിയും. കാരണം അവർ ഇന്നത്തെ ആ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇത് പക്ഷേ അതിന് നല്ലൊരു മുഖാന്തരമായിട്ട് ഈ ക്രിസ്മസ് ഇതുപോലുള്ള ഗാന ഉത്സവങ്ങൾ അതങ്ങനെയായി തീരട്ടെ. അത് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഇടവകളിലും ഇങ്ങനെയായി തീരട്ടെ. ഇത് വളരെ വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കളെ മോശ പാട്ട് പഠിപ്പിച്ചപ്പോൾ ആ പാട്ടൊരു സാക്ഷ്യമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ്. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷ്യമായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാട്ടായി കൊടുക്കുക. മനഃപ്പാടം